الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ ഖേദിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളെ സംബന്ധിച്ച്, ചില സമയങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യർ പല രീതികളിൽ ദുഃഖിക്കുകയും ഖേദിക്കുകയും ചെയ്യലുണ്ട്. പല കാരണങ്ങൾക്ക് വേണ്ടി ദുനിയാവിൻ്റെ ആവശ്യങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഒരാൾക്ക് അവൻ്റെ പണം നഷ്ടപ്പെടുന്നു, അവന് ഖേദമുണ്ടാകാം. അല്ലെങ്കിൽ അവൻ്റെ വാഹനത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, കച്ചവടത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ പരീക്ഷകളിൽ പരാജയമുണ്ടാകുന്നു. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ മനുഷ്യർക്ക് ഖേദവും പരാജയബോധവും സങ്കടവുമെല്ലാം മനുഷ്യർക്കുണ്ടാകാം. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്ന സങ്കടങ്ങളെ, ഖേദങ്ങളെ പരിഹരിക്കാൻ മനുഷ്യന് സാധിക്കും. അത് വീണ്ടെടുക്കാനും അതിൽ പ്രയാസങ്ങൾ ദൂരീകരിക്കാനും പലപ്പോഴും മനുഷ്യർക്ക് സാധിക്കാം. അവൻ്റെ പരിശ്രമങ്ങളിലൂടെ, നല്ല രീതിയിലുള്ള അധ്വാനങ്ങളിലൂടെ ഇങ്ങനെയുള്ള നഷ്ടപ്പെട്ട കാര്യങ്ങൾ വീണ്ടെടുക്കാൻ മനുഷ്യന് സാധിക്കും. എന്നാൽ ചില നഷ്ടങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ നഷ്ടങ്ങൾ ഒരിക്കലും വീണ്ടെടുക്കാൻ സാധിക്കാത്ത നഷ്ടങ്ങളായിരിക്കും. ആ ഖേദത്തിൽ നിന്ന് പലപ്പോഴും കരകയറാൻ മനുഷ്യന് സാധിക്കുകയില്ല. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഖേദങ്ങളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിൽ ഏറ്റവും ഉചിതമായതിനെ, ഏറ്റവും നല്ലതിനെ നിങ്ങൾ പിന്തുടർന്നുകൊള്ളുക. ഖബല അൻ യഅതിയകുമുൽ അദാബു ബഗ്ത. അല്ലാഹുവിൻ്റെ ശിക്ഷ പൊടുന്നനെ നിങ്ങളെ വന്ന് പിടികൂടുന്നതിന് മുമ്പായി. വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ നനച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കില്ല, ബോധപൂർവം നിങ്ങൾക്ക് കാത്തിരിക്കുന്ന സമയത്തായിരിക്കില്ല ശിക്ഷ വരിക.
നിങ്ങളറിയാതെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന് നിങ്ങൾ പിടികൂടും, അല്ലെങ്കിൽ മരണം വന്ന് പിടികൂടും. അത് പിടികൂടുന്നതിന് മുമ്പേ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ച് നൽകിയിരിക്കുന്ന ഹുദ, സന്മാർഗം, അതിനെ നിങ്ങൾ പിന്തുടർന്നു കൊള്ളുക. അതല്ലെങ്കിൽ പിന്നീട് ഖേദിക്കേണ്ടി വരുമെന്നാണ്. ശേഷം തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്, അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്. ഒരു മനുഷ്യൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവൻ പിന്നീട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ ഞാൻ ധാരാളം പിഴവുകൾ പറ്റിയല്ലോ, എനിക്ക് എൻ്റെ നാശമേ, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ ഞാൻ വല്ലാതെ വീഴ്ച വരുത്തി കളഞ്ഞല്ലോ. വഇൻ കുന്തു ലമിനസ് സാഖിരീൻ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വന്നപ്പോൾ, നിയമനിർദ്ദേശങ്ങൾ വന്നപ്പോൾ അതിനെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന ആളുകളിൽ ഞാൻ പെട്ടുപോയല്ലോ. അതിനെ എനിക്ക് വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ. ഔ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ. അല്ലെങ്കിൽ പിന്നീട് അവൻ പറയരുത്, അള്ളാഹു എനിക്ക് വഴികാണിച്ചു തന്നിരുന്നുവെങ്കിൽ ഞാൻ മുത്തഖീങ്ങളായേനെ, മുത്തഖീങ്ങളിൽപ്പെട്ടവനായേനെ. അങ്ങനെ അള്ളാഹു എന്നെ വഴി കാണിച്ചു തരാത്തത് കൊണ്ടാണ് ഞാൻ പിഴച്ചു പോയത് എന്ന് പിന്നീട് പറയരുത്. ഇപ്പോൾ ഈ ശരിയായ വഴി അള്ളാഹു കാണിച്ചു തരുന്നുണ്ട്, അതിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക, അതല്ലാതെ പിന്നെ അങ്ങനെ പറയരുത് എന്ന് അള്ളാഹു പറയുകയാണ്. വീണ്ടും തൊട്ടുടനെ ഇങ്ങനെയാണ് പറയുന്നത്, ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്ന ലീ കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ. അല്ലെങ്കിൽ നീ പറയാതിരിക്കാൻ വേണ്ടി, എപ്പോഴാണ് ശിക്ഷ മുന്നിൽ കാണുന്ന സമയത്ത് എനിക്ക് ഒരു ആവർത്തി കൂടി ജീവിതം നൽകിയിരുന്നെങ്കിൽ, ദുനിയാവിൽ ഒരവസരം കൂടി തന്നിരുന്നുവെങ്കിൽ ഞാൻ മുഹ്സിനീങ്ങളിൽ പെടുമായിരുന്നു, നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ചേരുമായിരുന്നു എന്ന് പിന്നീട് നീ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെ, അള്ളാഹുവിൻ്റെ ഹുദയെ, സന്മാർഗത്തെ, മുസ്തഖീമായ വഴിയെ നിങ്ങൾ ഇപ്പോൾ പിന്തുടർന്നു കൊള്ളുക. അതല്ലെങ്കിൽ പിന്നീട് കഠിനമായ ഖേദം നിന്നെ പിടികൂടിയേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇങ്ങനെ മനുഷ്യൻ ഖേദിക്കേണ്ടി വരുന്ന, കഠിനമായ ദുഃഖത്തിൽ അകപ്പെട്ടു പോകുന്ന ചില സന്ദർഭങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, സുന്നത്തും പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് പരിശുദ്ധ ഖുർആനിനെ വേണ്ട വിധം പരിഗണിക്കാതിരുന്നത് കൊണ്ടുള്ളതായ ഖേദം. ഇത് ഖുർആനും സുന്നത്തുമെല്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ അത് വായിച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്, അത് പഠിക്കാൻ, തദബ്ബുർ ചെയ്യാൻ, അതിലുള്ള ആശയങ്ങളെ മനസ്സിലാക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നുണ്ട്, അതിനെ ഹിഫ്ള് ചെയ്യാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നുണ്ട്, ഇതിനെ രാത്രി നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇഖ്റഉൽ ഖുർആൻ, ഖുർആനിനെ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബി. നിശ്ചയം ഖുർആൻ അതിൻ്റെ അസ്ഹാബുകൾക്ക്, ആരാണോ അതിനെ ശരിയാവിധം പരിഗണിച്ച ആളുകൾ, അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയ ആളുകൾ, അവർക്ക് ഖിയാമത്ത് നാളിൽ ഖുർആൻ വന്ന് അവർക്ക് ശുപാർശ പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, ഇഖ്റഊ അസ്സഹറാവൈൻ ഐ സൂറത്തുൽ ബഖറ വ സൂറത്ത് ആലി ഇംറാൻ. നിങ്ങൾ സഹറാവൈനിനെ പാരായണം ചെയ്യണം, സൂറത്തുൽ ബഖറയും ആലു ഇംറാനും നിരന്തരം പാരായണം ചെയ്യണം. കാരണം ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമ കഅന്നഹുമാ ഗമാമതാൻ. ഖിയാമത്ത് നാളിൽ അവ രണ്ടും നിങ്ങൾക്ക് തണൽ വിരിക്കുന്ന നിലയിൽ മേഘങ്ങളായി കൊണ്ട് വരുമെന്ന്, ഖിയാമത്ത് നാളിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, ഇഖ്റഊ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയെ നിങ്ങൾ പാരായണം ചെയ്യണം. ഫഇന്ന അഖ്ദഹാ ബറക. അതിനെ ആരാണോ മുറുകെ പിടിക്കുന്നത് വലിയ അനുഗ്രഹം അതിലുണ്ട്, വലിയ നന്മകൾ അതിലുണ്ട്. ധാരാളം തീർന്നു പോകാത്ത നന്മകൾക്കാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. സൂറത്തുൽ ബഖറ നിരന്തരം വായിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കും. വതർക്കഹാ ഹസ്റ. ആരാണോ അതിനെ ഉപേക്ഷിച്ച് കളയുന്നവൻ, പരിഗണിക്കാത്തവൻ, അവന് ശക്തമായ ഖേദം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലാ യസ്തതിഉഹാ അൽ ബത്ല. മടിയന്മാരായ, അതല്ലെങ്കിൽ ബാത്തിലിന്റെ ആളുകൾക്ക് അതിന് മുറുകെ പിടിക്കാൻ സാധിക്കുകയില്ല. സൂറത്തുൽ ബഖറ ദീർഘമായതാണ്, അത് പാരായണം ചെയ്യുന്നതിന് ധാരാളം നന്മകൾ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുക. അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ധാരാളം നന്മകൾ ലഭിക്കും. ആരാണോ അതിനെ പരിഗണിക്കാതെ മാറ്റിവെക്കുന്നവർ അവർക്ക് ഹസ്രത്തുണ്ടാകും, പിന്നീട് ഖേദിക്കേണ്ട അവസ്ഥയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അത് ഖേദം ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. നാളെ ആഖിറത്തിൽ ഖുർആൻ എനിക്ക് പഠിക്കാൻ സാധിച്ചില്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഓരോ ആയത്ത് പഠിക്കുന്നതിനനുസരിച്ച് സ്വർഗത്തിൽ അവന്റെ ദറജകൾ ഉയർത്തപ്പെടുന്നതാണ്. ഓരോ ആയത്തുകൾക്ക് തുല്യമായി 6000 ചില്ലാനം ആയാത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഓരോ ആയത്തുകൾ പഠിക്കുന്നതിനനുസരിച്ച് സ്വർഗത്തിൽ അവന്റെ ദറജകൾ ഉയർത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതിഫലം നൽകപ്പെടുന്ന വേളയിൽ ഖുർആൻ എനിക്ക് പഠിക്കാൻ ഇല്ലല്ലോ എന്ന ഖേദം ഒരു മനുഷ്യനെ പിടികൂടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതേ പ്രകാരം ഖേദമുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സന്ദർഭമാണ് അനാവശ്യമായി സമയം ചെലവഴിക്കുന്നത്. ഉപകാരത്തിന് വേണ്ടിയല്ലാതെ വെറുതെ സമയം കളയുക, വർത്തമാനം പറഞ്ഞ് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളിൽ മുഴുകി. ഒരു വിശ്വാസിയുടെ ജീവിതം സമയം എപ്പോഴും ഒന്നുകിൽ ദുനിയാവില് അവന്റെ ജീവിത വിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലായിരിക്കണം, അതല്ലെങ്കിൽ ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരിക്കണം. ഇത് രണ്ടുമല്ലാത്ത ഒരു സമയം ഒരാൾക്കുണ്ടാകാൻ പാടില്ല എന്നാണ്. വെറുതെ കളയുന്ന സമയങ്ങളുടെ പേരിൽ കഠിനമായ ഖേദം ഉണ്ടാകും. അത് ദുനിയാവിൽ തന്നെ നമുക്കറിയാവുന്നതാണ്. അനാവശ്യമായ സമയം ചെലവഴിച്ചാൽ ദുനിയാവിൽ തന്നെ പലപ്പോഴും വലിയ ഖേദം ഒരാൾക്കുണ്ടാകും. അപ്പോൾ പിന്നെ ആഖിറത്തിലെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിക്കുന്ന പല ഹദീസുകളിൽ കാണാം. മാ മിൻ ഖൗമിൻ യഖൂമൂന മിൻ മജ്ലിസിൻ ലാ യദ്കുറൂന അല്ലാഹ ഫീ ഇല്ലാ ഖാമൂ അൻ മിസ്ലി ജീഫത്തി ഹിമാരിൻ. ഏതെങ്കിലും ഒരു സമൂഹം ഒരു മജ്ലിസിലിരിക്കുന്നു, ഒരു സദസ്സിലിരിക്കുന്നു, അവിടെ അവൻ തീരെ അള്ളാഹുവിനെ സ്മരിച്ചിട്ടില്ല എങ്കിൽ അവൻ എഴുന്നേറ്റ് പോകുന്നത് ഒരു ഹിമാറിന്റെ, ഒരു കഴുതയുടെ ശവം അവിടെ കിടക്കുന്നുണ്ട്, അതിന് ചുറ്റും ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്നത് പോലെയാണ്. ഏതെങ്കിലും ഒരു മജ്ലിസിലിരിക്കുന്നു, അള്ളാഹുവിനെ തീരെ സ്മരിക്കുന്നില്ല, അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും പറയുക, എന്തെങ്കിലും ദിക്റുകൾ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, സുബ്ഹാനല്ലാഹ് പറയുക, അല്ലാഹു അക്ബർ പറയുക, ഇതൊന്നുമില്ലാതെ ഒരു മജ്ലിസിൽ ഇരിക്കുക, എന്നിട്ട് എഴുന്നേറ്റ് പോവുക. എന്നാൽ അത് ഒരു ഹിമാറിന്റെ, ഒരു കഴുതയുടെ ശവത്തിനരികിൽ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്നത് പോലെയാണ്. എന്നിട്ട് പറഞ്ഞു വകാന അലൈഹിം ഹസ്റ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആ ഇരുത്തം അവന് ഖേദമുണ്ടാക്കുന്നതായിരിക്കും. ആ ഇരുത്തത്തെ സംബന്ധിച്ച് അവൻ ഖേദിക്കേണ്ടി വരും. എത്രയോ സമയങ്ങളാണ് ഒരാവശ്യവുമില്ലാതെ, ഒരു ഉപകാരവുമില്ലാതെ വെറുതെ വർത്തമാനങ്ങൾ പറഞ്ഞ് ശരീരത്തിന് ഉപകാരമില്ല, ആരോഗ്യത്തിന് ഒരു ഉപകാരവുമില്ല, അല്ലെങ്കിൽ വിജ്ഞാനം ലഭിക്കുന്നില്ല, വെറുതെ സമയം കളയുക. ഇതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, ലാ യജ്ലിസു ഖൗമുൻ മജ്ലിസൻ ലാ യുസല്ലൂന ഫീഹി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സമൂഹവും ഒരു മജ്ലിസിൽ ഇരിക്കുന്നില്ല, എപ്രകാരം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആ മജ്ലിസിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല എങ്കിൽ ഇല്ലാ കാന അലൈഹിം ഹസ്റ, അതവന്റെ മേൽ ഖേദത്തിനുള്ളതായ, ദുഃഖത്തിനുള്ള കാരണമായിട്ടല്ലാതെ ഉണ്ടാവുകയില്ല. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഖിയാമത്ത് നാളിൽ അവൻ അതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം അതിന്റെ രാത്രികളിൽ. എന്നിട്ട് നബി പറഞ്ഞു വഇൻ ദഖലു അൽ ജന്ന, ചിലപ്പോൾ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചേക്കാം. സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പോലും അവൻ ഇന്ന സദസ്സിൽ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ലല്ലോ, അല്ലെങ്കിൽ ദിക്ർ പറഞ്ഞില്ലല്ലോ എന്നതിന്റെ പേരിൽ അവൻ ഖേദിക്കേണ്ടി വരും. ലിമാ യറൗന മിനസ് സവാബ്, കാരണം സ്വലാത്ത് ചൊല്ലിയവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലം ഇവൻ കാണും, ദിക്ർ പറഞ്ഞവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലത്തെ ഇവൻ കാണും. ഇവൻ കാണുമ്പോൾ അതിന്റെ പേരിൽ അവൻ ഖേദിക്കും. ഓ, എനിക്ക് സ്വലാത്ത് പറയാമായിരുന്നല്ലോ, എനിക്ക് ദിക്ർ പറയാമായിരുന്നല്ലോ, ഞാൻ വെറുതെ ആ സമയങ്ങൾ പാഴാക്കി കളയേണ്ടതില്ലായിരുന്നല്ലോ എന്ന് ഖേദിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഖേദമാണ് ചീത്തയായ കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരും. ദുനിയാവിലും ഖേദിക്കേണ്ടി വരും, ആഖിറത്തിലും ഖേദിക്കേണ്ടി വരും. ഒരു വിശ്വാസിക്ക് നല്ല കൂട്ടുകാരായിരിക്കണം ഉണ്ടാകേണ്ടത്. കൂട്ടുകാർ മോശമായാൽ അതിന്റെ പേരിൽ കഠിനമായ ഖേദം അനുഭവിക്കേണ്ടി വരും.
പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, വയൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി, ഒരു ദിവസമുണ്ട് അക്രമികൾ അവരുടെ കൈകൾ കടിക്കുന്ന ദിവസമാണത്. കൈ വായിൽ വെച്ച് ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു ദിവസം അക്രമകാരികളായ ആളുകൾക്ക് വരാനുണ്ട്. അവൻ പറയും, യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാർഗം, നബിയുടെ കൂടെയുള്ള മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ പറയും. മാത്രമല്ല, യാ വൈലതാ, എന്റെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ ഇന്നയാളെ സ്നേഹിതനായി കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവനാണ് എന്നെ പിഴപ്പിച്ചു കളഞ്ഞത്, അവനാണ് എന്റെ നമസ്കാരം മുടക്കിക്കളഞ്ഞത്, അവനാണ് എന്റെ പഠനം മുടക്കിക്കളഞ്ഞത്, ഞാൻ അവന്റെ കൂടെ കൂടാതിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഖേദത്താൽ വിരൽ വായിൽ വെച്ചുകൊണ്ട് ഖേദിക്കുന്ന അവസ്ഥ വരുന്നതാണ്. ലഖദ് അദല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി, അല്ലാഹുവിന്റെ ഉദ്ബോധനം എനിക്ക് വന്നെത്തിയതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം എനിക്ക് വന്നെത്തിയതാണ്. പക്ഷെ അത് വന്നപ്പോഴും അവൻ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു കളഞ്ഞു. അവൻ എന്നെ ഞാൻ നമസ്കരിക്കുന്നവനായിരുന്നു, അല്ലെങ്കിൽ ഞാൻ സകാത്ത് കൊടുക്കുന്നവനായിരുന്നു, ഞാൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവനായിരുന്നു. പക്ഷേ ആ കൂട്ടുകാരന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്കതിന് സാധിച്ചിട്ടില്ല. ഓരോ ആളുകൾക്കും ഉണ്ടാകാം പല പല അനുഭവങ്ങൾ. ഇന്ന വ്യക്തിയാണ് എന്നെ പലപ്പോഴും തിന്മയിലേക്ക് കൊണ്ടുപോയത്, നന്മ ഉപദേശിക്കുന്നവനായിരുന്നില്ല എന്റെ കൂട്ടുകാരൻ, നന്മ ചെയ്യുന്ന എന്നെ പലപ്പോഴും തിന്മയിലേക്ക് കൊണ്ടുപോയി. ഇതിന് നാളെ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല, ശൈത്വാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ കൈയൊഴിഞ്ഞു കളയുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതായത് ശൈത്വാന്മാർ മനുഷ്യരിലുമുണ്ട്, ജിന്നുകളിലുമുണ്ട്. അപകടത്തിൽപ്പെടുന്ന സമയത്ത് ശൈത്വാൻ നമ്മളെ രക്ഷപ്പെടുത്താനുണ്ടാവുകയില്ല, അവൻ കൈയൊഴിഞ്ഞു കളയും. അതേപോലെ തന്നെ ചീത്ത കൂട്ടുകാർ, മോശം കൂട്ടുകാർ, അവർ നമ്മുടെ കൂടെ നടക്കും, ആഹ്ലാദിക്കാൻ, സന്തോഷിക്കാൻ, നമ്മെ തിന്മകളിലേക്ക് കൊണ്ടുപോകാൻ. പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അവർ കൈയൊഴിയും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ആയത്തിൽ കാണാം, അള്ളാഹു പറയും, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു, കൂട്ടുകാർ പരസ്പരം കൂട്ടുകൂടുന്ന ആളുകൾ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ അവർ അന്നേ ദിവസം ശത്രുക്കളായിരിക്കും, പരസ്പരം ശത്രുക്കളായിരിക്കും. ഇവിടെ പല പല കൂട്ടുകെട്ടുകൾ ഉണ്ടായി, പല കാരണങ്ങൾക്ക് വേണ്ടി അവർ നാളെ ആഖിറത്തിലെത്തിയാൽ കഠിനമായ ശത്രുക്കളായി മാറും. ആരൊഴികെ ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവരാരാണോ അവർക്ക് ഖേദിക്കേണ്ടി വരികയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച ആളുകൾ, പരസ്പരം നന്മ ഉപദേശിച്ച ആളുകൾ, തിന്മ കണ്ടാൽ ഇല്ല അത് പാടില്ല, നമുക്കത് പാടില്ലാത്തതാണ് എന്ന് ഉപദേശിക്കുന്ന കൂട്ടുകാരായിരുന്നു, തിന്മകളിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാത്ത ആളുകളായിരുന്നു. അവർ നാളെ ആഖിറത്തിൽ സന്തോഷിക്കും. അതല്ലാത്ത കൂട്ടുകെട്ടുകൾ, അതല്ലാത്ത അഖില്ലാകൾ, അവർ നാളെ ആഖിറത്തിൽ പരസ്പരം ശത്രുക്കളായി മാറും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. നന്മകൾ ചെയ്യാതിരുന്ന കാരണത്താൽ ഖേദം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ആഖിറത്തിൽ ഒരു മനുഷ്യൻ ഖേദിക്കേണ്ടി വരുന്ന കാര്യങ്ങളിൽ ഏറ്റവും സങ്കടകരമായത്, ഏറ്റവും ദുഃഖകരമായത് ഇനി പറയാൻ പോകുന്ന ഖേദമാണ്. ധാരാളം അമലുകളുമായി നാളെ ആഖിറത്തിൽ വരുന്ന ആളുകളുണ്ട്. സൽക്കർമ്മങ്ങൾ എന്ന് നിനക്കുന്ന പല കാര്യങ്ങളുമായി ആഖിറത്തിലെത്തും. പക്ഷേ ആ സൽക്കർമ്മങ്ങളെല്ലാം അവന്റെ ദുഃഖത്തിലേക്ക്, അവനെ വിഷമിപ്പിക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഖേദകരമാണ്. അങ്ങനെയുള്ള ധാരാളം ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ പുറപ്പെട്ട ആളുകൾ രക്തസാക്ഷിത്വം വരിച്ചു. പക്ഷേ നാളെ ആഖിറത്തിൽ അവനെ
നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ഖുർആൻ പഠിച്ചു, ധാരാളം ഖുർആൻ പാരായണം ചെയ്തു. പക്ഷേ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ധാരാളം സമ്പത്ത് നൽകപ്പെട്ടു, അത് ധാരാളം വിനിയോഗിച്ചു, ആവശ്യക്കാരായ ധാരാളം ആളുകൾ കൊടുത്തു. പക്ഷേ ആഖിറത്തിൽ അത് ഫലം ചെയ്യാതെ നരകത്തിലേക്ക് അവനെ വലിച്ചെറിയപ്പെടുന്ന അവസ്ഥ. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിലുണ്ട്. അവൻ ചെയ്ത അമല് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, അള്ളാഹുവിന്റെ വജ്ഹ് കാക്ഷിച്ചുകൊണ്ടായിരുന്നില്ല ഒരാൾ അമലുകൾ ചെയ്യുന്നത്. ധാരാളം അമലുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ അമലുകൾ ശരിയാവിധം ചെയ്യാത്ത കാരണത്താൽ വലിയ ഖേദമായിരിക്കും. കാരണം അവൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്, നാളെ ആഖിറത്തിലേക്ക് രക്ഷപ്പെടാം, ഞാൻ ധാരാളം അമലുകൾ ചെയ്തിട്ടുണ്ട് എന്ന പ്രതീക്ഷയുമായി അവിടെ ചെന്നെത്തുന്നു. പക്ഷേ അവന്റെ നൽകപ്പെടുന്ന റിസൾട്ട് വളരെ നെഗറ്റീവായ റിസൾട്ടായിരിക്കും. ഇത് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നത് കാണാം, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവർ ചെയ്തിരിക്കുന്ന അമലുകളിലേക്ക് അള്ളാഹു എത്തി നോക്കും. അങ്ങനെ അതിനെ വെളിച്ചമടിക്കുമ്പോൾ ഇങ്ങനെ നാം കാണുന്ന ധൂളികളുണ്ടല്ലോ, പൊടിപടലങ്ങളെപ്പോലെ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് അവരുടെ അമലുകളെ മാറ്റിക്കളയും. മറ്റൊരായത്തിൽ കാണാം, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. നന്മ ചെയ്ത് അമലുകൾ ചെയ്ത് പരാജയപ്പെടുന്ന ആളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ആരാണവർ? അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിൽ അവരുടെ പരിശ്രമങ്ങൾ അത് പിഴച്ചുപോയിരിക്കുന്നു, അങ്ങനെയുള്ള ആളുകളാണ്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ കരുതിയത് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം വളരെ മുന്തിയ മികച്ച സൽക്കർമ്മങ്ങളാണെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ അവരുടെ അമലുകൾ മുഴുവൻ പാഴായി പോയിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ചെയ്യുന്ന അമലുകൾ അത് കുറവാണെങ്കിൽ പോലും നല്ല നിഷ്കളങ്കമായ ആത്മാർത്ഥതയോടെ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ അത് സ്വീകാര്യമായി തീരുകയുള്ളൂ. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ ഉണ്ടാകും, അവർ ഖിയാമത്ത് നാളിൽ വരുന്നത് യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ പർവ്വതം കണക്കെ ധാരാളം അമലുകളുമായി കൊണ്ടായിരിക്കും അവർ ഖിയാമത്ത് നാളിൽ വരുന്നത്. പക്ഷേ ഫയജ്അലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ. അതിന് ധൂളികളായി പൊടിപടലങ്ങളായി അള്ളാഹു മാറ്റിക്കളയുന്നതാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ അവരെ കുറിച്ചൊന്ന് പറഞ്ഞുതാ, ഞങ്ങൾ അവരിൽ പെട്ടുപോകാതിരിക്കാനൊന്ന് പറഞ്ഞുതാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അത് നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. വമിൻ ജിൽദതിക്കും, നിങ്ങളുടെ വംശത്തിൽപ്പെട്ട മനുഷ്യർ തന്നെയാണവർ. വയഖുദൂന മിനൽ ലൈലി കമാ തഅഖുദൂൻ, രാത്രിയിൽ നമസ്കരിച്ചിരുന്ന ആളുകളായിരുന്നു അവർ. വലാകിന്നകും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകുഹാ. പക്ഷേ അവർ അള്ളാഹുവുമായി തനിച്ചു കഴിഞ്ഞാൽ, രഹസ്യ ജീവിതത്തിലേക്ക് കടന്നാൽ അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളെ ലംഘിക്കുന്ന ആളുകളാണ്. നിഷിദ്ധങ്ങൾ ചെയ്യുന്നവരായിരുന്നു അവർ. ആളുകളുടെ മുന്നിൽ അവർ സ്വാലിഹീങ്ങളായിരുന്നു, തഖ്വയുള്ളവരായിരുന്നു. പക്ഷേ രഹസ്യ ജീവിതത്തിൽ തീരെ അള്ളാഹുവിന് ഭയപ്പെടാതിരുന്ന ആളുകളാണവർ. അവർക്ക് അവരുടെ അമലുകൾ പാഴായി പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. ഇങ്ങനെ ധാരാളം ഈ വിഷയത്തിൽ കാണാം. ചില ഹദീസുകളിൽ കാണാം, മുഫ്ലിസീങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു. പാപ്പരായ ആളുകൾ. സഹാബികൾ പറഞ്ഞു, ദീനാറും ദിർഹമും ഒന്നുമില്ലാത്ത ആളുകളാണ്. നബി തിരുത്തി കൊടുത്തു, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറയുന്നത് നമസ്കാരമായി, സകാത്തുമായി, സദഖകളുമായി, നോമ്പുകളുമായി വരുന്ന ആളുകളാണ്. പക്ഷേ അവൻ ഇന്നയാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇന്നയാളെ ആക്രമിച്ചിട്ടുണ്ട്, അവന്റെ പണം കവർന്നിട്ടുണ്ട്. അങ്ങനെ അമലുകളുണ്ട്, പക്ഷേ അക്രമങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്, ആളുകളെ ദ്രോഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആഖിറത്തിൽ അവരെ കൊണ്ടുവരപ്പെടുകയും ഇവന്റെ നന്മകൾ ആരെയാണോ അവൻ ആക്രമിച്ചത് അവർക്ക് കൊടുക്കും. ഇവന്റെ നന്മകൾ തീർന്നാൽ അവരുടെ തിന്മകൾ എടുത്ത് ഇവന്റെ മേൽ ചുമത്തും, എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയും. അതിനേക്കാൾ വലിയ ഖേദം എന്താണ്? അതുകൊണ്ട് ആഖിറത്തിൽ ഖേദിക്കേണ്ട അവസ്ഥ വരുന്നതിനെ സംബന്ധിച്ച് നല്ല ജാഗ്രത പാലിക്കുക. ദുനിയാവിൽ വരുന്ന നഷ്ടങ്ങൾ നമുക്ക് പരിഹരിക്കാം. സാമ്പത്തിക നഷ്ടമാണെങ്കിലും അതേപ്രകാരം തന്നെ ഏതെങ്കിലും പദവികൾ നഷ്ടപ്പെട്ടാലും ഏത് നഷ്ടവും ദുനിയാവിൽ നമുക്ക് പരിശ്രമത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ മരണത്തിന് ശേഷം ഉണ്ടാകുന്ന ഈ നഷ്ടങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റാത്തതാണ്.
തിരിച്ചൊരു മടക്കം പിന്നീട് അവൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ വലിയ ജാഗ്രത പാലിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اشفنا واشف مرضانا وعافنا وعاف مبتلانا. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.